ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് യെച്ചൂരിയെ അനുസ്മരിച്ച് മുന്നോട്ട് പോകാനുള്ള ചരിത്രം രേഖപ്പെടുത്തി വെക്കാനുള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ട് വിലാപയാത്ര എയിംസിലെത്തിയിരിക്കുന്നു. മൃതദേഹം എയിംസിന് കൈമാറിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ബി ബാലഗോപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് അവിടെ നിന്ന്. ബാലു, ജീവിച്ചിരുന്നപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ, കർഷകർക്കും തൊഴിലാളികൾക്കും ഒക്കെ വേണ്ടി ശബ്ദമുയർത്തിരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം പോലും അദ്ദേഹത്തിൻ്റെ മൃതശരീരമാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൈമാറിയിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. എപ്പോഴായിരുന്നു എയിംസിലേക്ക് എത്തിയത്? സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അനോട്ടമി ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അദ്ദേഹത്തിന്റെ മൃതദേഹം ഈ അനോട്ടമി ഡിപ്പാർട്ട്മെന്റിന് കൈമാറുന്നതായിരിക്കും. ഇന്നലെ ഈ സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഈ അനോട്ടമി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചിരുന്ന ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലേക്കും പിന്നീട് വസന്ത് കുഞ്ചിലെ വീട്ടിലേക്കും കൊണ്ടുപോയിരുന്നത്. അവിടെ ഇന്ന് ഭൗതിക ശരീരം AKG ഭവനിൽ പൊതുദർശനത്തിൽ വയ്ക്കുകയും തുടർന്ന് വിലാപയാത്രയായി 14 അശോക റോഡ് വരെ കൊണ്ടുവരികയും അവിടെ നിന്ന് ഈ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അനോട്ടമി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ്. യെച്ചൂരി ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹം തന്റെ മരണത്തിന് ശേഷം മൃതദേഹം ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനും ഗവേഷണത്തിനുമായി എന്ന ആഗ്രഹം കുടുംബാംഗങ്ങളെയും പാർട്ടിയും അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സീതാറാമിന്റെ ഭാര്യ സീമ ചിസ്തിയും മറ്റു കുടുംബാംഗങ്ങളും പാർട്ടി നേതാക്കളും ഇപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ എത്തി ഈ മൃതദേഹം കൈമാറുന്ന നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ മൃതദേഹം ഇപ്പോൾ ഈ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിന് കൈമാറുന്ന നടപടി നടക്കുന്നതായിരിക്കും. സീതാറാം യെച്ചൂരിയുടെ അമ്മ കൽപ്പാകം യെച്ചൂരിയുടെ മൃതദേഹവും നേരത്തെ സമാനമായ രീതിയിൽ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി നൽകിയിരുന്നു. തന്റെ അമ്മയുടെ പാത ഈ വിഷയത്തിൽ പിന്തുടരും എന്ന് യെച്ചൂരി തന്നെ നിരവധി തവണ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ജ്യോതി ബസുവും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മൃതദേഹം ഇതുപോലെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 2010 ജ്യോതി ബസുവിന്റെ മരണത്തിന് ശേഷം കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിനായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കൈമാറിയിരുന്നത്. ഇപ്പോൾ അതേ പാത പിന്തുടർന്നുകൊണ്ട്, അതായത് ഈ ജ്യോതി ബസുവിന്റെയും തന്റെ അമ്മയുടെയും പാത പിന്തുടർന്നുകൊണ്ടാണ് സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം, അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് കൈമാറണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇപ്പോൾ പാർട്ടിയും കുടുംബവും നടത്തിയിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിലെ AKG ഭവനിൽ ഈ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിൽ വച്ചപ്പോഴും അതിനുശേഷവും വലിയ വികാര നിർഭരമായ കാഴ്ചകളായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. വൈകാരികമായ ഒരു അന്തരീക്ഷം അവിടെ നിലനിന്നിരുന്നു. കാരണം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, പ്രത്യേകിച്ച് CPM-ന്റെ എല്ലാ തലങ്ങളിലും ഉള്ള നേതാക്കളുമായും പ്രവർത്തകരുമായ അദ്ദേഹത്തിന്റെ ആത്മബന്ധം, അതിനു അപ്പുറം ഈ ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികളുടെയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. ഈ യെച്ചൂരിക്ക് അന്ത്യയാത്രാമൊഴി നൽകുന്നതിനായി, അന്ത്യ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനായി നൂറുകണക്കിന് പേരായിരുന്നു ഈ ഡൽഹിയിലെ AKG ഭവനിൽ ഇന്ന് രാവിലെ മുതൽ എത്തിക്കൊണ്ടിരുന്നത്. ഏതായാലും അതിനുശേഷം നടന്ന വിലാപയാത്രയിലും സീതാറാം യെച്ചൂരിയെ ഒരു നോക്ക് കാണുന്നതിനായി നൂറുകണക്കിന് പേരായിരുന്നു ഈ AKG ഭവനിൽ നിന്നും AKG ഭവനും 14 അശോക റോഡിനും ഇടയിലുള്ള പാതയിൽ കാത്തു നിന്നിരുന്നത്. ഏതായാലും ആ വിലാപയാത്രയ്ക്ക് അവസാനമായിട്ടാണ്, അതിനുശേഷമാണ് ഇപ്പോൾ ഈ മൃതദേഹം ഈ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അനോട്ടമി ഡിപ്പാർട്ട്മെന്റിലെത്തി അദ്ദേഹത്തിന്റെ മൃതദേഹം കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ പാർട്ടി നേതാക്കളും ചേർന്ന് ഇപ്പോൾ ആശുപത്രിക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അദ്ദേഹം ബാക്കി വെച്ച സന്ദേശത്തെ മുദ്രാവാക്യങ്ങളായി മുഴക്കുകയാണ് അണികൾ എന്ന് പറയുന്നത്. സന്ധ്യ, ഇന്നലെ വൈകുന്നേരം ഒന്ന് പുറത്തു പോയിട്ട് വരുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു സാധാരണ തെരുവിന്റെ ഒരു മൂലയ്ക്ക് യെച്ചൂരിയുടെ ഒരു ചിത്രം ഇരിക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് നോക്കുന്ന മനോഹരമായ ഒരു ചിത്രം. എത്രയെത്ര ദേശങ്ങൾ കടന്ന് എത്രയെത്ര മനുഷ്യരെ താണ്ടി തൊട്ട് ഇത്രമേൽ ഓർത്തിരിക്കണമെങ്കിൽ, ഇത്രമേൽ ചേർന്ന് നിൽക്കണമെങ്കിൽ എന്തൊരു ജീവിതമാണ് അല്ലെ? അങ്ങനെ പടർന്നു പന്തലിച്ച ഒരു ജീവിതമാണ് മനുഷ്യന്റെ ഓർമ്മകളുടെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ, ആനുകാലിക രാഷ്ട്രീയത്തിന്റെ, സാംസ്കാരിക ജീവിതത്തിന്റെ ഒക്കെ വിവിധ മേഖലകളിലേക്ക് പടർന്നു പന്തലിച്ച ഒരു ജീവിതമാണ് ഓർമ്മയാകുന്നത്.